പല മസ്ജിദുകളൊന്നുമില്ല. 3 പള്ളികളേ ഉള്ളൂ. ഒന്ന് ഒന്ന് മക്കയിലെ പള്ളി, ഒന്ന് മദീനയിലെ പള്ളി, പിന്നെ നമ്മളുടെ മസ്ജിദുൽ അക്സ. ഈ ബാബറി മസ്ജിദിന് വലിയ പവിത്രതയൊന്നും ഇസ്ലാമിലില്ല. അത് നിങ്ങൾ പറയുന്നല്ല, അത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ റെസ്പെക്ട് ചെയ്യുക ആരാധിക്കും ചെയ്യുന്ന സ്ഥലമാണ് 1990 മുമ്പേ. ആയിക്കോട്ടെ. ആരാണ് അത് പൊളിച്ചതാരാ? അത് പൊളിച്ചത് ഇവിടുത്തെ നാട്ടുകാര്, സംഘികൾ. ഏത് നാട്ടുകാര്? സംഘികൾ. ഏത് മതപ്പെട്ട മുസ്ലിങ്ങളാണോ? അതിൽ മുസ്ലിങ്ങളുണ്ടോ? സംഘികൾ അല്ലെ? ആ സംഘികൾ ഏത് മതപ്പെട്ട ആൾക്കാരാ? സംഘികൾ ഏത് മതമാണെന്നുള്ളതാണോ അവിടുത്തെ പ്രശ്നം? എന്താ അന്നത്തെ പ്രശ്നമല്ല, അത് ഹിന്ദു മതവിശ്വാസികളാണ്. അതിന് അതെ, അവരെന്തുകൊണ്ട് പൊളിച്ചത്? അത് അവരുടെ ആരാധന. ഈ ബാബറി മസ്ജിദ് ഏത് പൊളിച്ചിട്ടാ ബാബറി മസ്ജിദ് പണിതത്? തെളിവുണ്ടല്ലോ. കോടതിയിലെ പേപ്പർ നിങ്ങൾ വായിച്ചിട്ടില്ലേ? കോടതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ ജനിച്ച സമയത്താണ് ബാബറി മസ്ജിദ് പൊളിച്ചത്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പള്ളി പൊളിച്ചത്. അതൊക്കെ അവിടെ വെക്കട്ടെ. നിങ്ങളിപ്പോ ഈ കോടതിയുടെ വിധി അടുത്തല്ലേ വന്നത്? അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, അതിനകത്ത് അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് അതിനകത്തില്ലേ? പല കോഴിങ്ങിന്റെ ആൾക്കാർ നിങ്ങൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെന്നില്ല. ബാബറി മസ്ജിദിന്റെ താഴെ എക്സ്കവേഷൻ നടത്തിയപ്പോ ആർക്കിയോളജിക്കൽ സർവേ അവിടെ അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോയ? ഉണ്ടോ? അപ്പൊ അമ്പലം പൊളിച്ചിട്ട് ബാബറി മസ്ജിദ് പണിതത് ശരിയാണോ? അമ്പലം പൊളിച്ചിട്ട് ബാബറി മസ്ജിദ് പണിതത് ശരിയാണോ? ആരാ എഴുതി വെച്ചെന്നോ? ആർക്കിയോളജിക്കൽ സർവേ. അപ്പൊ അത് ഓക്കെ ആണോ? അമ്പലം പൊളിച്ചിട്ട് പള്ളി പണിയുന്നത് പ്രശ്നം ഇല്ല, പക്ഷെ പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിതാ പ്രശ്നമാണ്. ഇതാണോ നിങ്ങളുടെ വാദം? ആർക്കിയോളജി ആരാ? KK മുഹമ്മദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഭരണകൂടത്തിന്റെ ആൾക്കാരാ? ഭരണകൂടം അല്ലല്ലോ അത് അവിടെ. ശരി, അപ്പൊ കോടതി കൊടുക്കുന്ന സാധനമൊക്കെ ഭരണകൂടാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ബാബറി മസ്ജിദ് പൊളിച്ചത് നിങ്ങള് പത്രത്തിലും സാമൂഹ്യ മാധ്യമത്തിലും കണ്ടു. കോടതി കൊടുത്ത തെളിവ് നിങ്ങൾ എടുക്കോ ഇല്ലേ? കോടതിയിൽ കൊടുത്ത തെളിവ് കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? അപ്പൊ അതിൽ എഴുതിയിട്ടുള്ള സാധനമല്ലേ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എന്താന്ന് തെറ്റാവില്ല. അതെങ്ങനെ തെറ്റാവുക? അത് ശരിയായതുകൊണ്ടല്ലേ ആ വിധി അവർക്ക് അനുകൂലമായത്. വിധി അനുകൂലമായത് ഇപ്പൊ ഒരു കോടതിയിലെ എല്ലാ വിധി സത്യമാണെന്നുണ്ടോ? അപ്പൊ നിങ്ങൾ സമ്മതിച്ചോ അവിടെ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതെന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിച്ചോ? നമ്മളിപ്പോ കോടതിന്റെ നിയമത്തിന്റെ കാര്യമില്ല. അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചോ? ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ആ തെളിവ് എന്തിനാ? അത് മാങ്ങ പറിക്കാൻ പോകും തെളിവ്. അപ്പൊ നിങ്ങൾ പറയുന്ന സാധനമൊക്കെ ഞാൻ എടുക്കണം. ഇവിടെ ഉള്ള തെളിവുള്ള സാധനം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എടുക്കൂല. അത് നിങ്ങൾ വല്ല അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ പറഞ്ഞാൽ മതി.